അമേരിക്കയുടെ ഇറക്കുമതി തീരുവയ്ക്കെതിരെ അതേ രീതിയിൽ തന്നെ തിരിച്ചടിച്ചിരിക്കുകയാണ് കാനഡ. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇനി കാനഡ 25% തീരുവ ചുമത്തും. കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയാണ് ഈ തീരുമാനം അറിയിച്ചത്. അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിക്ക് ചൊവ്വാഴ്ച മുതൽ 25% തീരുവ ചുമത്താനുള്ള ഉത്തരവിൽ US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചിരുന്നു. ഇതിന് തിരിച്ചടിയായാണ് മണിക്കൂറുകൾക്കുള്ളിൽ കാനഡയുടെ ഈ പ്രതികരണം. സ്വതന്ത്ര വ്യാപാര കരാറിനെ ലംഘിക്കുകയാണ് ട്രംപ് ചെയ്തത്. തീരുമാനം അമേരിക്കയ്ക്ക് തിരിച്ചടിക്കും. കാനഡയ്ക്കും അമേരിക്കയ്ക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നടപടികളാണ് വന്നിരിക്കുന്നത് എന്നായിരുന്നു ട്രൂഡോ പ്രതികരിച്ചത്. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് 10%, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% തീരുവ ചുമത്താനുള്ള ഉത്തരവിൽ ശനിയാഴ്ചയാണ് ട്രംപ് ഒപ്പുവെച്ചത്. കാനഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എണ്ണ, പ്രകൃതിവാതകം, വൈദ്യുതി എന്നിവയ്ക്ക് 10% നികുതിയാണ് ചുമത്തുന്നത്. അമേരിക്കയുടെ വലിയ വാണിജ്യ പങ്കാളികളാണ് കാനഡയും മെക്സിക്കോയും എന്നതിനാൽ തീരുമാനം അമേരിക്കയിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. മെക്സിക്കോയും US ഉൽപ്പന്നങ്ങൾക്ക് നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോം കഴിഞ്ഞ ദിവസം രാത്രി USനെതിരെ പ്രതികാര താരിഫുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. USൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന 15,500 കോടി കനേഡിയൻ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾക്ക് 25% ഇറക്കുമതി തീരുവ ചുമത്തുമെന്നാണ് കനേഡിയൻ പ്രധാനമന്ത്രിയായ ജസ്റ്റിൻ ട്രൂഡോ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടെ മേഖലയിൽ വ്യാപാര യുദ്ധത്തിനുള്ള സാധ്യത ഉച്ചസ്ഥായിലെത്തിയിരിക്കുകയാണ്. ആദ്യഘട്ടമായി 3,000 കോടി ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ചുങ്കം ചുമത്തുമെന്നും വരും ആഴ്ചകളിൽ മറ്റുൽപ്പന്നങ്ങൾക്കും ഇത് ബാധകമാക്കുമെന്നും ട്രൂഡോ പറഞ്ഞിരിക്കുകയാണ്. അമേരിക്കൻ ബിയർ, വൈൻ, മദ്യം, പഴം, പച്ചക്കറി, പ്ലാസ്റ്റിക് തുടങ്ങി USൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും തീരുവ ബാധകമായിരിക്കുന്നതാണ്. പ്രശ്നം വഷളാകാതിരിക്കാൻ തീർച്ചയായും ശ്രമിക്കുമെങ്കിലും കാനഡയ്ക്കും കനേഡിയൻ ജനതയ്ക്കും അവരുടെ തൊഴിലുകൾക്കും വേണ്ടി സർക്കാർ നിലകൊള്ളുമെന്നും ട്രൂഡോ പറഞ്ഞിട്ടുണ്ട്. USന്റെ ഇരുണ്ട നാളുകളിൽ കാനഡ അവർക്കൊപ്പം നിലകൊണ്ടിട്ടുണ്ട്. ഇറാനിലെ ബന്ദി പ്രതിസന്ധി, അഫ്ഗാൻ യുദ്ധം, കത്രീന കൊടുങ്കാറ്റ്, കാലിഫോർണിയ കാട്ടുതീ ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളിൽ USനൊപ്പം കാനഡ നിന്നു. USന്റെ സുവർണ യുഗമാണ് പ്രസിഡന്റ് ട്രംപ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് കാനഡയുമായി മികച്ച സഹകരണമാണ് വേണ്ടത്. ഞങ്ങളെ ശിക്ഷിക്കുകയല്ലെന്നും ട്രൂഡോ കൂട്ടിച്ചേർത്തു. USന് സമാനമായ തിരിച്ചടി നൽകുമെന്നാണ് ചൈനയുടെയും പ്രതികരണം. വ്യാപാര യുദ്ധത്തിലും തീരുവ യുദ്ധത്തിലും വിജയികളുണ്ടാവില്ലെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. അധിക ചുങ്കം ചുമത്തുന്നത് ലഹരിമരുന്ന് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ഭാവിയിലെ ഉഭയകക്ഷി സഹകരണത്തെ മോശമായി ബാധിക്കുകയുള്ളൂ. തുല്യതയിലും പരസ്പര വിശ്വാസത്തിലും ഇരുപക്ഷങ്ങൾക്കുമുള്ള നേട്ടത്തിലും ഊന്നിയുള്ള തുറന്ന ചർച്ചകൾക്കും സഹകരണത്തിനും US തയ്യാറാകണമെന്നും ചൈന ആവശ്യപ്പെട്ടു. US ഭീഷണി നേരിടാനുള്ള പ്ലാൻ B തയ്യാറാക്കി വരികയാണെന്ന് മെക്സിക്കോ പ്രസിഡന്റായ ക്ലൗഡിയ ഷെയ്ൻബോം പ്രതികരിച്ചു. US ഉൽപ്പന്നങ്ങൾക്ക് 25% ഇറക്കുമതി തീരുവ തന്നെ തിരികെ ചുമത്താനാണ് മെക്സിക്കൻ നീക്കമെന്നാണ് സൂചന ലഭിക്കുന്നത്. ലഹരിക്കടത്ത് സംഘങ്ങളുമായി മെക്സിക്കൻ സർക്കാരിന് ബന്ധമുണ്ടെന്ന ട്രംപിന്റെ ആരോപണം രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്നും ക്ലൗഡിയ പറഞ്ഞു. തീരുവ ചുമത്തുന്നതിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലെന്നും അതിന് ചർച്ചകളാണ് വേണ്ടതെന്നും അവർ കൂട്ടിച്ചേർത്തു. USന്റെ ഇറക്കുമതിയുടെ 40% ചൈന, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ്. നേരത്തെ രേഖകളില്ലാതെ കുടിയേറ്റക്കാരും മയക്കുമരുന്നും USലേക്ക് ഒഴുകുന്നത് അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മെക്സിക്കോ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ 25% ഇറക്കുമതി നികുതി ചുമത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കിയത്. അതിന് തിരിച്ചടി എന്നോണമാണ് കാനഡയുടെ ഈ നടപടി. കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾ വഴിയാണ് അമേരിക്കയിലേക്ക് ലഹരിമരുന്ന് കടത്ത് നടക്കുന്നതെന്ന് ആരോപിച്ചാണ് ട്രംപിന്റെ ഈ നടപടി. ലോകത്ത് ഏറ്റവും കൂടുതൽ ചരക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്ന രാജ്യമാണ് US. പുതിയ സെൻസസ് ഡേറ്റ അനുസരിച്ച് മെക്സിക്കോ, ചൈന, കാനഡ എന്നീ രാജ്യങ്ങളാണ് USലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിൽ മുൻപന്തിയിലുള്ളത്. ട്രംപിന്റെ നടപടി ആഗോളതലത്തിൽ പുതിയ വ്യാപാര യുദ്ധത്തിന് തുടക്കമിടുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ.